ഇതൊരു 10, 150, 200 വർഷം പഴക്കമുള്ള ഒരു ചെമ്പുകലമാണ്. അതായത് ഒത്തിരി പണ്ടത്തെ അമ്മമാർക്കൊക്കെ അവരുടെ വീടുകളിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന എൻ്റെ അമ്മ എനിക്ക് തന്നത് ഒത്തിരി പഴകിയ ഒരു ചെമ്പുകലാണ്. അത് ഉപയോഗിക്കാതിരുന്നപ്പോൾ ഈ ക്ലാവും പിടിച്ച് ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു പഴയ പാത്രത്തിൻ്റെ ഒക്കെ കൂടെ കൂട്ടിയിട്ടിരുന്നതാണ്. പക്ഷേ ഇത് ഒത്തിരി വിലയുള്ളതാണെന്നും ചെമ്പിന് ഒത്തിരി വിലയുള്ളതാണെന്നും ഒക്കെ ഞാൻ ഈയിടയിൽ അതൊന്ന് എടുത്തു നോക്കിയപ്പം മുഴുവനകത്തെല്ലാം ക്ലാവ് പിടിച്ച് വല്ലാണ്ടിരിക്കുന്നു. ഞാനതൊന്ന് വൃത്തിയാക്കാമെന്നോർത്ത് എടുത്തിട്ട് ഞാൻ ആദ്യമേ അതിൻ്റെ പൊടിയെല്ലാം ഒന്ന് തൂത്ത് കളഞ്ഞു. തൂത്ത് കളഞ്ഞിട്ടും അതിൻ്റെ ക്ലാവൊന്നും പോകുന്നില്ല. ക്ലാവ് അതുപോലെ അങ്ങ് കട്ടിയായിട്ട് പിടിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് വാളംപുളി, ഒരു വാഴയില എടുത്തിട്ട് കുറച്ച് വാളംപുളി, ഈ വാളംപുളി ഉപ്പ് ചേർത്ത് തിരുമ്മി ഉരുട്ടി വെച്ചിരിക്കുന്ന അതിൻ്റെ ആ വാളംപുളി കുറേ വാഴയിലിട്ട് ഞാനൊന്ന് നന്നായിട്ട് തേച്ച് നോക്കി. ശരിക്കും അത്ഭുതം എന്ന് പറയട്ടെ, അതിനകത്ത് നല്ല പ്രസ് ചെയ്ത് തേക്കണേ. ആ ഉപ്പിൻ്റെയും വാളംപുളിയുടെയും കൂടെ ഇത് ചേർന്നിട്ടാണെന്ന് തോന്നുന്നു. അതിനകത്ത് 1-2 പ്രാവശ്യം പ്രസ് ചെയ്ത് തേച്ചപ്പോൾ തന്നെ അതിൻ്റെ ക്ലാവെല്ലാം ഇറങ്ങാൻ തുടങ്ങി. എന്നിട്ടത് അതിൻ്റെ ഓട് തെളിയാൻ തുടങ്ങി. നല്ലതായിട്ട് ആ ചെമ്പൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാൻ തുടങ്ങി. ഞാൻ ഇച്ചിരി നേരം ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ വശവും നല്ലതായിട്ട് തേച്ചു. കുറേയേറെ വാളംപുളി ഇച്ചിരി കൂടുതൽ എടുക്കണേ. കുറേയേറെ നേരം തേച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മാറ്റം വന്നു. എൻ്റെ ആ ചെമ്പുകലത്തിൻ്റെ ക്ലാവെല്ലാം പോയി നല്ല തിളങ്ങുന്ന പോലെ വന്നു. അതിനകത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി ക്ലാവുണ്ടായിരുന്നു. ഞാൻ ശകലം വെള്ളവും കൂടി ഒന്ന് തൊട്ട് ഒഴിച്ചതിന് ശേഷമാണ് ഞാനത് തേച്ചെല്ലാം കഴിഞ്ഞ് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞപ്പോൾ അത്ഭുതം, ഒത്തിരി നന്നായിട്ട് അത് നല്ല തിളങ്ങുന്ന പോലെ ആ ക്ലാവെല്ലാം പോയി വെളുത്തു. അപ്പം നമ്മൾ വീട്ടിൽ നിങ്ങൾക്ക് ചെമ്പ് പാത്രമൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇത്തരം ചെമ്പ് പാത്രത്തിൽ നമ്മൾ വെള്ളം കോരി വെച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെള്ളം കോരി വെച്ചാൽ അത് കുടിക്കാനൊക്കെ നല്ലതെന്ന് പറയും. നമുക്ക് ഏതാണെങ്കിലും നമ്മുടെ ശരീരത്തിന് ചെമ്പിൻ്റെ അംശം ആവശ്യമാണ്. പക്ഷേ അത് ഉദ്ദേശിച്ചാണ് ഞാനിത് എടുത്ത് തേച്ച് കഴുകി കഴിഞ്ഞ് ചുമ്മാതെ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് വെക്കുമ്പോഴത്തേനും അത് മുഴുവൻ ക്ലാവ് ചോദിക്കും ആ വെള്ളത്തിന്. പക്ഷേ ഇങ്ങനെ ഒന്ന് തേച്ച് കഴുകി ഞാൻ നാളെ ഇതിനകത്ത് വെള്ളം എടുത്ത് ശേഖരിച്ച് വെക്കുന്നുണ്ട് കുടിക്കാനായിട്ട്. അപ്പം നാളെ അതിൻ്റെ ഫലം അറിയാൻ പറ്റും. നല്ലതായിട്ട് ഇതിൻ്റെ ക്ലാവ് പോയി. ക്ലാവ് ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് വേറെ ഒരു ചുവയൊന്നും വെള്ളത്തിന് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ആ ഉപ്പും പുളിയും കൂടെ വാഴയിലയാണ് ഞാനെടുത്ത് തേക്കാൻ എടുത്തിരിക്കുന്നത്. വാഴയിലയിട്ട് തേച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റം വന്ന്. നിങ്ങളുടെ വീട്ടിലിങ്ങനെ പഴയ ക്ലാവ് പിടിച്ച് ചെമ്പ് പാത്രമൊക്കെ ഉണ്ട്, ഇതുപോലൊന്ന് ചെയ്ത് നോക്കിക്കുക. ഒത്തിരി നല്ലതായിട്ട് വെളുക്കും. ഇത് 1-2 സാധനം മാത്രം മതി. നമ്മളൊരു 10 മിനിറ്റ് മെനക്കെടണം. കാരണം നല്ല പ്രസ് ചെയ്ത് തേക്കണം, എന്നാലേ ആ ക്ലാവ് മുഴുവനെ ഇളകി പോകത്തുള്ളൂ. ഈ ചെയ്താൽ നമ്മൾ എത്ര പഴകിയ ചെമ്പ് പാത്രമാണെങ്കിലും നമുക്ക് നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒത്തിരി. നിങ്ങളതൊക്കെ ഒന്ന് നേരം കിട്ടുമ്പം കയറി ഒന്ന് കാണണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത്. നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോയും കുക്കിങ്ങിൻ്റെ ഉള്ള വിധവും അതുപോലെ തന്നെ തയ്യലിൻ്റെ ക്ലാസ്സും ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഒക്കെ കയറി ഒന്ന് കാണണേ. ഇത് നല്ല അത്ഭുതകരമായ മാറ്റം എനിക്ക് തന്നെ തോന്നി. ഞാനിത് ഉപേക്ഷിച്ച പോലെ ഇട്ടിരുന്ന കാരണം ഒട്ടും വെളുക്കുകയില്ലായിരുന്നു. ഞാൻ എല്ലാ രീതിയും നോക്കിയിട്ട് അവസാനം ഉപേക്ഷിച്ചിട്ടതാണ്. അപ്പോൾ ഈ രീതി ഞാനൊന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ശകലം പുളി എടുത്ത് വെറുതെ തേച്ച് നോക്കിയപ്പോൾ അത്രയും ഭാഗത്തിന് നല്ല മാറ്റം വന്നു. അപ്പോൾ എനിക്ക് തോന്നി കൂടുതൽ പുളിയെടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്യാവുന്നു.